എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. എം ജി യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻ 2024 ഫൈനൽ അലോട്ട്മെന്റ് ഫേസ് 4 രജിസ്ട്രേഷൻ നാളെ മുതലായിരിക്കും. അഡ്മിഷൻ ഓഗസ്റ്റ് 30, 31 തീയതികളിൽ നടക്കും. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണാം. 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് എം ജി യൂണിവേഴ്സിറ്റി, ഇത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റ്, അത് ഫേസ് 4 രജിസ്ട്രേഷൻ എന്ന പേരിൽ എന്ത് ചെയ്താണ് അപേക്ഷ നാളെ മുതൽ നടക്കുകയാണ്. അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അത് എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇനി അലോട്ട്മെൻറ്റിനായി അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ലഭിച്ച സീറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്തത് കാരണം, നോൺ ജോയിനിങ് ആയത് കാരണം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമായ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒന്ന്, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്ക് എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നിങ്ങൾക്ക് ഇതിന് ഫേസ് 3 രജിസ്ട്രേഷന് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുത്തിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇനി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അത് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ലഭിച്ച സീറ്റ് അഡ്മിഷൻ എടുക്കാത്തത് കാരണം നഷ്ടമായി പോയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇനി എം ജി യൂണിവേഴ്സിറ്റി, അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധമില്ല. പക്ഷേ എം ജി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3 രജിസ്ട്രേഷൻ എന്ന പേരിലാണ് നടത്തുക. അതിനെങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, എം ജി യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുക. ശേഷം തുറന്നു വരുന്ന വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എം ജി അഡ്മിഷൻസ് എന്നൊരു ലിങ്കാണ് സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, FYUG ക്യാപ്പ് എന്നൊരു ലിങ്കാണ് സാധിക്കും. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന ലിങ്കാണ് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3 രജിസ്ട്രേഷൻ എന്നാണ് കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് മാത്രമേ അതിൽ കാണിക്കുകയുള്ളൂ. കാരണം അത് ഫേസ് 3 ആയിരുന്നു. പക്ഷേ ഫേസ് 4 രജിസ്ട്രേഷൻ നാളെ മുതലാണ് അപേക്ഷ ആരംഭിക്കുക. അപ്പം നാളെ മുതലാണ് ഫേസ് 4 രജിസ്ട്രേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ അവിടെ വരിക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഫേസ് 3 രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ ക്ലോസ് എന്നേ കാണിക്കുകയുള്ളൂ. നാളെ നിങ്ങൾ നോക്കിയാൽ മതി, ഫേസ് 4 രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവും. അഡ്മിഷൻ ഓഗസ്റ്റ് 30, 31 തീയതി വരെ നിങ്ങൾക്ക് 31 തീയതികളിൽ അഡ്മിഷൻ നടക്കും. 30, 31 തീയതികളിൽ അഡ്മിഷൻ നടക്കും. ഇനിയിപ്പോൾ 30, 31 തീയതികളിൽ അഡ്മിഷൻ നടക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് 29 തീയതി വരെയാണ് രജിസ്ട്രേഷൻ. അതായത് നാളെ 27 മുതൽ 29 തീയതി വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. ഓഗസ്റ്റ് 30, ഓഗസ്റ്റ് 31 തീയതികളിൽ ഇതിൻ്റെ അഡ്മിഷനും നടക്കുന്നതായിരിക്കും എന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, എം ജി സർവകലാശാല, എം ജി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. തീർച്ചയായും മറുപടിയായിട്ട് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.